السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി സത്യവിശ്വാസിക്ക് കനിഞ്ഞരുളിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലെ എല്ലാ ദിനരാത്രങ്ങളിലും അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് പാപമോചനം നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിലും റമദാനിന്റെ 2-10 ദിനരാത്രങ്ങൾ അഥവാ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങൾ അല്ലാഹു മഗ്ഫിറത്തിനു വേണ്ടി മാത്രം പ്രത്യേകമായി നിശ്ചയിച്ചിരിക്കുകയാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്ത അല്ലാഹുവിന്റെ അടിയാറുകൾ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ അവരുടെ പാപങ്ങളിൽ നിന്ന് അല്ലാഹു വിടുതിയും മോചനവും നൽകും. മഗ്ഫിറത്ത് എന്ന അറബി പദം ഗഫറ എന്ന ധാതുവിൽ നിന്ന് ഉടലെടുത്തതാണ്. ഗഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാമ അസ്ഹരി എന്ന് പറയുന്ന അറബി ഭാഷാ പണ്ഡിതൻ തഹ്ദീബുൽ ലുഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അസ്സിത്റു വൽ ഗതിയതു, മറയെന്നും മൂടി വെക്കുക എന്നുമാണ് അർത്ഥം. ഗഫറല്ലാഹു ദുനൂബഹു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അല്ലാഹു മഗ്ഫിറത്ത് നൽകി എന്നാൽ സതറഹ വലം യുഫ്ദിഹു അലാ മലഇൻ മിൻ ഖൽഖിഹി, അല്ലാഹു ആ ദാസന്റെ പാപത്തിനെ മറച്ചു വെച്ചു. ആ പാപത്തിനെ ദുനിയാവിലോ ആഖിറത്തിലോ ഏതെങ്കിലും സൃഷ്ടികളുടെ മുന്നിൽ വെളിവാക്കി അവനെ എളിപ്പനാക്കിയില്ല. ഈ മഗ്ഫിറത്താണ് യഥാർത്ഥത്തിൽ നാം അനുഗ്രഹീത റമദാനിന്റെ 2ാമത്തെ 10-ൽ ആവഹിച്ചെടുക്കേണ്ടത്. നമ്മുടെ പാപങ്ങൾ അല്ലാഹു മറച്ചു വെക്കണം. ആ പാപങ്ങളെ എടുത്തു കാട്ടി ദുനിയാവിലോ ആഖിറത്തിലോ സൃഷ്ടികളുടെ മുന്നിൽ എളിപ്പനാക്കരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാഫിറാണ്, ഗഫാറാണ്, ഗഫൂറാണ് എന്ന് ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മഗ്ഫിറത്ത് എന്ന പദപ്രയോഗം തന്നെ അല്ലാഹുവിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ അലിഫ് ലാം ചേർത്തുകൊണ്ട് അൽ മഗ്ഫിറത്ത് എന്ന പദപ്രയോഗം നടത്തി.
വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് ഇല്ലൽ ലബൻ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. ഇവിടെ അൽ മഗ്ഫിറത്ത് എന്ന പദപ്രയോഗമാണ് നടത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറയുന്നത് അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, വൻപാപങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവർ, വൽ ഫവാഹിഷ മ്ലേച്ഛവൃത്തികളെയും, ഇല്ലൽ ലമവ ചെറിയ പാപങ്ങളല്ലാത്ത വൻപാപങ്ങളിൽ നിന്നും മ്ലേച്ഛവൃത്തികളിൽ നിന്നും ഒരാൾ തന്റെ ജീവിതത്തെ പരിശുദ്ധമാക്കിയാൽ ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് വിശാലമായി പാപമോചനം നൽകുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അലിഫ് ലാം ചേർത്തുകൊണ്ട് അൽ മഗ്ഫിറത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. وما يذكرون إلا أن يشاء الله وهو أهل التقوى وأهل المغفرة. وما يذكرون അവരെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉത്ബോധനം സിദ്ധിച്ചവരാകില്ല ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവരല്ലാതെ. അവൻ ഭയപ്പെടാൻ അർഹതയുള്ളവനാണ്, പാപമോചനത്തിനും അർഹതയുള്ളവനാണ്. ഇവിടെയും അലിഫ് ലാം ചേർത്തുകൊണ്ട് അൽ മഗ്ഫിറത്ത് എന്നാണ് പദപ്രയോഗം നടത്തിയത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അൽ മഗ്ഫിറത്ത് എന്ന പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇനി അലിഫ് ലാം ഇല്ലാതെ അല്ലാഹു അവന് വേണ്ടി മഗ്ഫിറത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ 17 സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ധാരാളം സൂറത്തുകളിൽ പരന്നു കിടപ്പുണ്ട്. ഇന്നശ് ശൈത്താന യഅദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാഇ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളല വല്ലാഹു വാസിഉൻ അലീം. ഇവിടെ മഗ്ഫിറത്ത് എന്ന് തന്നെ അല്ലാഹു പദപ്രയോഗം നടത്തിയിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ, പിശാച് നിങ്ങളെ ദാരിദ്ര്യത്തിനെ പേടിപ്പിക്കുന്നു. നിങ്ങളുടെ ദീനിയായ കാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിച്ചാൽ സമ്പത്ത് കുറഞ്ഞു പോകും. ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ഭയപ്പാട് പിശാച് ഹൃദയത്തിൽ ഇട്ട് തരുന്നു. വയഅ്മുറു ബിൽ ഫഹ്ശാഇ, നീചവൃത്തികൾ പ്രവർത്തിക്കാൻ അവൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു, അല്ലാഹു അവനിൽ നിന്നുള്ള പാപമോചനം നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. വഫളല, അല്ലാഹു അവന്റെ ഔദാര്യത്തെയും. ഇവിടെ മഗ്ഫിറത്ത് എന്ന പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന റബ്ബക ദൂ മഗ്ഫിറത്തിൻ, ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ളുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് പാപമോചനം നൽകുന്നവനാണ്. ലിന്നാസി, ജനങ്ങൾക്ക്, അലാ ളുൽമിഹിം, അവര് അവിവേകം പ്രവർത്തിക്കുന്നതിനോടൊപ്പം, അവര് ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നതിനോടൊപ്പം, അതായത് സ്വന്തം ശരീരങ്ങളോട് പാപങ്ങൾ പ്രവർത്തിച്ച് അവിവേകം പ്രവർത്തിക്കുന്നവർ, അതിക്രമം പ്രവർത്തിക്കുന്നവര് അല്ലാഹുവിനോട് അവർ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പാപമോചനം തേടിയാൽ അല്ലാഹു അവർക്ക് പാപമോചനം നൽകാൻ സന്നദ്ധതയുള്ള രക്ഷിതാവാണ്. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ളുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. ഈ അല്ലാഹുവിനോട് പാപമോചനം തേടാതെ ആ പാപങ്ങളിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അല്ലാഹു. പാപമോചനം വളരെ കൂടുതൽ അത്യന്താപേക്ഷിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകാമെന്ന് പല സ്ഥലങ്ങളിൽ അറിയിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അനുഗ്രഹീത റമദാനിന്റെ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങൾ മഗ്ഫിറത്തിനു വേണ്ടി നിശ്ചയിക്കുമ്പോൾ അല്ലാഹുവിനോട് നമ്മൾ കൂടുതലായി അല്ലാഹുവേ എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ, എനിക്ക് നീ പാപമോചനം നൽകണമേ എന്ന് വളരെ കൂടുതലായി ദുആ ചെയ്യേണ്ടുന്ന സന്ദർഭമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ മഗ്ഫിറത്തിന് ഇസ്തിഗ്ഫാറിനുള്ള ധാരാളം അവസരങ്ങൾ നൽകിയിരിക്കുകയാണ്. റമദാനിൽ മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ അല്ലാഹുവിനോട് മഗ്ഫിറത്ത് തേടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ട് കൂടി നബി തങ്ങൾ കൂടുതലായി പറഞ്ഞിരുന്ന ദുആന്റെ ഒരു വചനം ഹദീസിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ ഗഫിർലി വതുബ് അലയ്യ. അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരു ചെറിയ പാപവും പ്രവർത്തിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരു വലിയ പാപവും പ്രവർത്തിച്ചിട്ടില്ല. എന്നിട്ട് കൂടി നബി തങ്ങൾ സമുദായത്തിനെ പഠിപ്പിക്കുക, നിങ്ങൾ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദുആ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സഹീഹിൽ കൊണ്ടുവരുന്നുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും അത് പറയുന്നു എങ്കിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന അലാ അംരിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദൻബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, എല്ലാ ഇസ്തിഗ്ഫാറുകളുടെയും നേതാവ് എന്നായി ദുആ അറിയപ്പെടുന്നത്. ആരെങ്കിലും രാവിലെ ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ അന്നേ ദിവസം പകലിൽ അയാൾ മരണപ്പെട്ടു പോയാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വൈകുന്നേരം ആരെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി രാത്രി മരണപ്പെട്ടു പോയാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദുആയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷിതാവ്, നീയല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അൻത ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചവൻ. വഅന അഅ്ബുദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക, ഞാൻ നിന്റെ കരാറുകളെ പൂർത്തീകരിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യുകയാണ്. മസ്തതഅതു, കഴിവിന്റെ പരമാവധി. അഊദു ബിക മിൻ ശർരി മാ സനഅതു, നിന്നോട് ഞാൻ പ്രവർത്തിച്ചു പോയ അവിവേകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എന്റെ മേൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ ആ സമയത്ത് ഓർക്കണം. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഇന്ന പാപം സംഭവിച്ചു പോയി. നമ്മൾ പലരും പാപങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാറില്ല, അശ്രദ്ധരായി ആ പാപങ്ങൾ ദിനേന ജീവിതത്തിൽ പേറിക്കൊണ്ട് നടക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബിമാര് ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തിനുള്ള പ്രായശ്ചിത്തം അന്വേഷിക്കുകയും ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്യുമായിരുന്നു. തൗബ കൊണ്ട് മാത്രം പ്രായശ്ചിത്തമാകാത്ത പാപങ്ങളുണ്ട്. കൊലപാതകം പ്രവർത്തിച്ചു, ഖിസാസ്, പ്രതിക്രിയണം. വിവാഹിതനാണ്, വ്യഭിചരിച്ചു എങ്കിൽ കേവലം തൗബ കൊണ്ട് മാത്രം ആ പാപം പൊറുക്കൂല. വിവാഹിതനാണെങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലണം, ആ ശിക്ഷാ നടപടിക്ക് വിധേയനാകണം, എങ്കിലും അയാളുടെ തൗബ സ്വീകരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരനായ ഒരു സഹാബി ഉണ്ടായിരുന്നു, മായിസുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് തദ്ഹിർനി, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ പാപത്തിൽ നിന്ന് പരിശുദ്ധരാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ പാപത്തിൽ നിന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തോ, അല്ലാഹു പുറത്ത്. വീണ്ടും സഹാബി വന്നിട്ട് പറഞ്ഞു, തദ്ഹിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ നിങ്ങൾ പാപത്തിൽ നിന്ന് പരിശുദ്ധരാക്കണം. നബി തങ്ങൾ രണ്ടാം വട്ടവും പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോ, അല്ലാഹു പാപം പുറത്തു തരും. മായിസുൽ അസ്ലമി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും പുറക്കാത്ത ഗുരുതരമായ പാതകം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഞാൻ വ്യഭിചരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വ്യഭിചാരത്തിൽ നിന്നുള്ള തൗബ, വിവാഹിതനാണ്, എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷാ നടപടിക്ക് എന്നെ വിധേയനാക്കണം. അങ്ങനെ എന്റെ പാപത്തിൽ നിന്ന് പരിശുദ്ധനാണ്. എന്തുകൊണ്ടാണ് സഹാബാക്കളായ മഹാരഥന്മാരുടെ ഹൃദയത്തിൽ പാരത്രിക ജീവിതം ഒരു സങ്കല്പമായിരുന്നില്ല, യാഥാർത്ഥ്യമായിരുന്നു.
പാപങ്ങൾക്കുള്ള കെടുതിയും ബുദ്ധിമുട്ടും ഭൗതിക ലോകത്തെ അനുഭവിച്ച് തീർന്നാൽ നാളെ ആഖിറത്തിൽ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുമല്ലോ എന്ന ചിന്തയായിരുന്നു സഹാബാക്കൾ ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പാപത്തെ കുറിച്ച് അന്വേഷിച്ചു. ആ പാപം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഉറപ്പായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എറിഞ്ഞുകൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു. എല്ലുകൊണ്ട് സഹാബാക്കളായ മഹാരഥന്മാരെ എറിയുമ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് മായിസുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം തെറിക്കുകയുണ്ടായി. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ചീത്ത പറഞ്ഞു. ഇത്രയും മോശമായ മ്ലേച്ഛവൃത്തി പ്രവർത്തിച്ചതിന്റെ പേരിൽ, നിന്നെ എറിഞ്ഞതിന്റെ പേരിൽ നിന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തം എന്റെ ശരീരത്തിലേക്ക് തെറിച്ചിരിക്കുകയാണല്ലോ. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയാണ്. മഹ്ലയ ഖാലിദ്, ഖാലിദേ, നിങ്ങൾ ഒരിക്കലും ഇത് പറയരുത്. ഇന്നഹു ഖദ താബ തൗബതൻ ലൗ ഖുസിമത് ബൈനൽ ഉമ്മത്തി ലവസഅതുഹു. തീർച്ചയായും മായിസുൽ അസ്ലമി ഒരു തൗബ ചെയ്തിരിക്കുകയാണ്. ഒരു സമുദായത്തിന്റെ ഇടയിൽ ആ തൗബ വിഭജിച്ചു കൊടുക്കുകയാണ് എങ്കിൽ, വിഹിതം വെക്കുകയാണ് എങ്കിൽ, ആ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളും പ്രവർത്തിച്ച പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമായി തീരും. അത്രയും ഉയർന്ന തൗബയാണ് മായിസുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ചെയ്തിരിക്കുന്നത്. സഹാബാക്കളായ മഹാരഥന്മാരെ കാക്ക തൗബയായിരുന്നില്ല ചെയ്തിരുന്നത്, നേരെ മറിച്ച് യഥാർത്ഥ തൗബ ചെയ്തു. ഇസ്ലാമിൽ ഹജ്ജ് നിശ്ചയിച്ച ധാരാളം പാപങ്ങളുണ്ട്. കണ്ടുപിടിച്ച ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അയാൾ 40 അടി അടിക്കണം, ഒരു വട്ടം ഉപയോഗിച്ച്. മോശാവാദികൾ കൈമുറിക്കണം. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭരണകൂടമല്ല. അങ്ങനെ ഒരു രാജ്യത്ത് അധിവസിക്കുമ്പോൾ യാദർശികമായി ഇങ്ങനെയുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് അത്രയും കൂടുതലായി തൗബ ചെയ്യേണ്ടി വരും. ഈ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നു. അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ ഉച്ചസ്ഥലത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, യാ അബൂ ഹുറൈറ ഹല്ലി തൗബ. അബൂ ഹുറൈറ, എനിക്ക് തൗബയുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്ത് പാപമാണ് സംഭവിച്ചത്? ആ സ്ത്രീ പറയുകയുണ്ടായി, എന്നിൽ നിന്ന് ഗുരുതരമായ പാതകം സംഭവിച്ചു പോയിരിക്കുകയാണ്. ഇന്നി സനൈതു വഹമൽതു മിൻഹാ വവലദ്തു ബിഹാ ഫഖതൽതു വലദി. തീർച്ചയായും ഞാൻ വ്യഭിചരിച്ചു. ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭം ധരിച്ചു. ആ ഗർഭം ധരിച്ച കുട്ടി ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആ ചോരക്കുഞ്ഞിനെ ഞാൻ കൊലപാതകം ചെയ്തു. ഇത്രയും ഗുരുതരമായ പാതകം ഞാൻ പ്രവർത്തിച്ചിരിക്കുകയാണ്. കേട്ടപ്പോ തന്നെ ആ സ്ത്രീയോട് പറയുകയുണ്ടായി, വ്യഭിചാരവും കൊലപാതകവും എത്ര ഗുരുതരമായ പാതകമാണ്. ഇത്രയും ഗുരുതരമായ പാതകം പ്രവർത്തിച്ച നിനക്ക് തൗബയില്ല. നിരാശയോടുകൂടി ഈ സൗന്ദര്യം തുളുമ്പുന്ന മുഖം നരകത്തിൽ കത്തിയമരാറുള്ളതാണോ എന്ന് അവരാതിപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ മടങ്ങിപ്പോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വിവരിച്ചു കേൾപ്പിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകനെ, എന്റെ വീട്ടിൽ വ്യഭിചാരവും കൊലപാതകവും ചെയ്ത ഒരു സ്ത്രീ തൗബയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സമീപിച്ചു. ഞാൻ പറഞ്ഞു തൗബയില്ല എന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ പ്രവർത്തിക്കുന്ന എല്ലാ പാപങ്ങൾക്കും ദുനിയാവിൽ തന്നെ രക്ഷപ്പെടാനുള്ള പഴുത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 2 പാപങ്ങളും ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞിട്ട് ഈ പാപങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ കണ്ടെത്തേണ്ടി വരും എന്ന് മാത്രമല്ല, നാളെ നരകത്തിൽ ഇവരുടെ ശിക്ഷ ഇരട്ടിപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ആത്മാർത്ഥമായി പാപം പ്രവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് തൗബ ചെയ്താൽ അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ ഓതി കൊടുത്തു, വല്ലദീന ലാ യദൂന മഅല്ലാഹി
إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹു അവന്റെ സദ്വൃദ്ധരായ ദാസന്മാരുടെയും ദാസികളുടെയും അടയാളം വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറയുകയാണ് വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവൻ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തികളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ ആരാധ്യരായി സ്വീകരിക്കില്ല. ولا يقتلون النفس التي حرم الله إلا بالحق. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു ശരീരങ്ങളെയും അന്യായമായി കൊലപാതകം ചെയ്യില്ല. വലാ യസ്നൂൻ. അവർ വ്യഭിചാരവുമായി ബന്ധപ്പെടില്ല. വമൻ യഫഅൽ ദാലിക യൽഖാ അസാമാ. ആരെങ്കിലും ഈ പാപങ്ങൾ പ്രവർത്തിക്കുന്നു എങ്കിൽ അതിന്റെ പ്രത്യാഘാതം അവൻ കണ്ടെത്തേണ്ടി വരും. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അല്ലാഹു അവരുടെ ശിക്ഷയെ ഇരട്ടിപ്പിക്കുന്നതാണ്. അല്ലാഹു ആ ശിക്ഷയിൽ അവർക്ക് അനശ്വരതയും നൽകുന്നതാണ്. ആ ശിക്ഷയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സാരം. എന്നിട്ട് അല്ലാഹു ഒഴിവാക്കുകയാണ് ഇല്ലാ മൻ താബ. ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവർ ഒഴികെ, വആമന എന്നിട്ട് ഹൃദയത്തിൽ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നവരും ഒഴികെ, വഅമില അമലൻ സാലിഹ എന്നിട്ട് ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുന്നവരും ഒഴികെ, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അല്ലാഹു അവരുടെ തിന്മകളെ നന്മകളാക്കി മറിക്കുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സവിധത്തിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടുകയാണ്. ഓരോ വീടുകളിലും പോയി അന്വേഷിക്കുകയാണ്. മദീനയുടെയും അതിന്റെ പ്രാന്തപ്രദേശത്തുമുള്ള ഓരോ വീട്ടിന്റെയും കവാടങ്ങളിൽ കൊട്ടി വിളിക്കുകയാണ്. രാവിലെ അബൂ ഹുറൈറയോട് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന സ്ത്രീ താമസിക്കുന്ന വീടിനാണോ? രാവിലെ അബൂ ഹുറൈറയോട് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന സ്ത്രീയുടെ വീടിനാണോ? രാവിലെ അബൂ ഹുറൈറയോട് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന സ്ത്രീയുടെ വീടിനാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയും മദീനയിലും മദീനയുടെ പ്രാന്തപ്രദേശത്തുമുള്ള ഓരോ വീടുകളുടെയും കവാടങ്ങൾ കൊട്ടിവിളിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവസാനം വൈകുന്നേരമായപ്പോ ഒരു കൂരയുടെ ഉള്ളിൽ നിന്ന് അതേ അബൂ ഹുറൈറയോട് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന സ്ത്രീ ഞാൻ തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ വെളിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിച്ചു കൊടുത്ത സന്തോഷ വാർത്തയും അതിനുശേഷം പ്രവാചകൻ പാരായണം ചെയ്ത ഖുർആനിന്റെ ആയത്തുകളും ഓതി കേൾപ്പിച്ചു. ആ സ്ത്രീയുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടായി. അവരുടൻ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി, അൽഹംദുലില്ലാഹില്ലദീ അൻജാനി മിനന്നാർ. അല്ലാഹുവിനെയാണ് സർവസ്തുതിയും. അവൻ എന്നെ നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. എന്നിട്ട് സന്തോഷത്തിന്റെ പേരിൽ ആ സ്ത്രീ തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു. ആ സ്ത്രീയുടെ മകളും അടിമ സ്ത്രീയായി വീട്ടിലുണ്ടായിരുന്നു. അവരെയും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇതാണ് ആത്മാർത്ഥമായ തൗബ. പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ പ്രായശ്ചിത്തമായി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന ഹദ്ദുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹദ്ദുകൾ നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും കൂടുതലായി ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യും. അല്ലാതെ കേവലം പാപം പ്രവർത്തിച്ചു അല്ലാഹു തൗബ എന്ന പുറത്തിരുന്നേ ഇത് കാക്കത്തൗബയാണ്.
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി തൗബയുണ്ടാകണം. ആ പാപത്തെ കുറിച്ചുള്ള ആക്ഷേപം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാകണം. ഞാൻ ആ പാപം പ്രവർത്തിച്ചു പോയല്ലോ, ഞാൻ ആ പാപം പ്രവർത്തിച്ചു പോയല്ലോ. ആ പാപം ചെയ്യാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്നു എങ്കിൽ, ആ പാപത്തിന്റെ രസം ഹൃദയത്തിൽ നിന്ന് തടുപ്പി വരുന്നു എങ്കിൽ നമ്മുടെ തൗബ ആത്മാർത്ഥമായതല്ല, അല്ല സ്വീകരിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ ശരീരവേദനയ്ക്ക് വേണ്ടി മരുന്ന് ഉപയോഗിച്ചു, ശരീരവേദന മാറിയിട്ടില്ല എങ്കിൽ ആ മരുന്ന് ഫലപ്രദമല്ല. അയാളെ വീണ്ടും മരുന്ന് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും, ആ ശരീരവേദന മാറുന്നതും. എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും പാപത്തിൽ നിന്ന് നാം തൗബ ചെയ്തു, അള്ളാഹുവിനോട് പാപമോചനം തേടിയെങ്കിൽ ആ പാപത്തിൽ നിന്ന് അള്ളാഹു തൗബ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം ആ പാപത്തിനോടുള്ള താല്പര്യം ഹൃദയത്തിൽ നിന്ന് പോകലാണ്. ആ പാപത്തെ കുറിച്ചുള്ള ആക്ഷേപം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാകലാണ്. ആ പാപം ചെയ്യില്ല എന്ന പ്രതിജ്ഞ ഹൃദയത്തിൽ ഉണ്ടാകലാണ്. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവേ, എന്റെ ആ പാപത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണമേ, നീ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ. ദുആ ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും ആ പാപത്തെ കുറിച്ചുള്ള ആഗ്രഹമുണ്ടായാൽ, പടച്ചവനെ എന്റെ ഹൃദയത്തിൽ ആ പാപത്തെ കുറിച്ചുള്ള താല്പര്യം പൊന്തി വരുന്നുണ്ട്, ഹൃദയത്തിൽ നിന്ന് ആ താല്പര്യത്തെയും പൂർണ്ണമായി നീ ഇല്ലായ്മ ചെയ്യണമേ. ദുആ ഇരുന്നുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ്, വഅബൂഉ ലക ബിദംബി, നിന്നോട് എന്റെ പാപം ഞാൻ സമ്മതിക്കുന്നു, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ മറ്റൊരാളും എനിക്ക് പാപങ്ങൾ പുറത്തു തരുന്നവനായിട്ടില്ല. എല്ലാ ദിവസവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ നിർബന്ധമാക്കി അനുഗ്രഹീത റമദാനിൽ ദുആ പഠിക്കുകയും ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പതിവാക്കി. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 5 നേരത്തെ നമസ്കാരത്തിന് ശേഷവും ഇസ്തിഗ്ഫാറിന്റെ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ 5 നേരത്തെ നമസ്കാരം കഴിയുമ്പോൾ ചെയ്തിരുന്ന ദുആ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വ ഖതായായ, അല്ലാഹുമ്മ അൻഇസ്നി വജ്ബുർനി വഹ്ദിനി ലിസാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്, ഫഇന്നഹു ലാ യഹ്ദി ലിസാലിഹിഹാ വലാ യസ്രിഫു അൻ സയ്യിഹാ ഇല്ലാ അൻത. എത്ര അർത്ഥങ്ങളുള്ള, എത്ര ആശയങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ഒരു ദുആയാണിത്. 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാറുണ്ട്. ഇമാം സാധാരണയായി ദുആ ചെയ്യാറുണ്ട്. നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ദുആ പഠിക്കുകയും ഈ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി വ ഖതായായ, അല്ലാഹു എന്റെ വൻപാപങ്ങളും ചെറിയ പാപങ്ങളും നീ പുറത്തു തരണമേ. അല്ലാഹുമ്മ അൻഇസ്നി വജ്ബുർനി, അല്ലാഹു എന്നെ നീ ഉയർത്തണമേ, എന്റെ എല്ലാ കുറവുകളും നീ പരിഹരിക്കണമേ. അല്ലാഹുമ്മ ഹ്ദിനി ലിസാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്, അല്ലാഹുവേ സൽകർമ്മങ്ങൾ ചെയ്യാനും സൽ സ്വഭാവത്തിനുള്ള ഉദവി നീ നൽകണമേ. തീർച്ചയായും സൽ സ്വഭാവം പ്രവർത്തിക്കാനുള്ള ഉദവിയും സൽ സ്വഭാവത്തോടെ ജനങ്ങളോട് വർത്തിക്കാനുള്ള സൗഭാഗ്യവും നൽകേണ്ടുന്നവൻ നീ മാത്രമാണ്. ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ജീവിതത്തെ പരിശുദ്ധമാക്കേണ്ടുന്നവനും നീ മാത്രം. ഈ ദുആ നമ്മൾ പഠിക്കുകയും ചെയ്യും. അതുപോലെ മഗ്ഫിറത്ത് നമ്മളിലേക്ക് വന്നണയുന്ന അമലുകൾ നമ്മൾ ചെയ്യും. വിശുദ്ധ ഖുർആൻ മഗ്ഫിറത്ത് കിട്ടുന്ന ധാരാളം അമലുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖസിയ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. സൂറത്ത് യാസീനിൽ നമ്മൾ എല്ലാവരും പാരായണം ചെയ്യുന്ന ആയത്താണ്. ഇന്നമാ തുൻദിറു, നിങ്ങളുടെ താക്കീത് പ്രയോജനപ്പെടുന്നത്. നമ്മൾ സാധാരണയായി മറ്റുള്ളവരെ ഉപദേശിക്കാറുണ്ട്, നമ്മൾ സാധാരണ ഉപദേശം കേൾക്കാറുണ്ട്. ഈ ഉപദേശിക്കുന്നവർക്കും ഉപദേശം കേൾക്കുന്നവർക്കും ഉപദേശം എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത്? 2 ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഉത്ബോധനം പിൻപറ്റുന്നയാളായിരിക്കണം. വിശുദ്ധ ഖുർആൻ ധാരാളം ഉത്ബോധനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നത് പ്രവർത്തിക്കണം, ഇന്നത് പ്രവർത്തിക്കരുത്. അത് ജീവിതത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അല്ലാതെ ഫിലോസഫ പോലെ പ്രസംഗിക്കുന്നവർ, അതിന്റെ അറിവ് നേടുന്നവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിരൂപണം നടത്തുന്നവരല്ല.
നേരെ മറിച്ച് ആ വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നവർക്കാണ് ഉപദേശം പ്രയോജനപ്പെടുന്നത്. രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, പരസ്യമായ ജീവിതത്തിൽ എല്ലാവരും വലിയ സാലിഹായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സൂഫിയാണ് എന്ന് തോന്നും. എന്നാൽ രഹസ്യ ജീവിതത്തിൽ നാം നോക്കുന്ന അശ്ലീലങ്ങൾ, രഹസ്യ ജീവിതത്തിൽ നാം പ്രവർത്തിക്കുന്ന തിന്മകൾ യഥാർത്ഥത്തിൽ നമ്മെ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നു. രഹസ്യ ജീവിതത്തിലും എന്റെ രക്ഷിതാവ് കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് കണക്കായി ബോധിപ്പിക്കേണ്ടി വരുമെന്ന ചിന്തയോടുകൂടി രഹസ്യ ജീവിതത്തിലും പാപങ്ങളെ സൂക്ഷിക്കുന്നയാൾ. ഈ രണ്ട് ഗുണങ്ങളുണ്ട് എങ്കിൽ ഖുർആനെ പിൻപറ്റുന്നവർ, ഖുർആനിക ജീവിതത്തിൽ ഒപ്പിയെടുക്കുന്നവർ, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അവർക്ക് എല്ലാ ഉപദേശങ്ങളും ഉപകരിക്കും. അവർക്ക് കിട്ടുന്ന നേട്ടം അവർക്ക് പാപമോചനം കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണം. മാന്യമായ പ്രതിഫലം കൊണ്ടും വിശുദ്ധ ഖുർആനിലെ അമലുകൾ അറിയിക്കുകയാണ് മഗ്ഫിറത്ത് കിട്ടുന്നത്. إني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى إني لغفار തീർച്ചയായും ഞാൻ വളരെ കൂടുതൽ പൊറുക്കുന്നവനാണ്. ലിമൻ താബ എന്നോട് പശ്ചാത്തപിക്കുന്നവർക്ക്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും മുറുകെ പിടിക്കണം. ഹൃദയത്തിൽ ശരിയായ വിശ്വാസം പേറിയവരെയും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നേടിയെടുത്തവരെയും പിന്നീട് മരണം വരെയും കെടാതെ അതിനെ കാത്തു സൂക്ഷിക്കുന്നവരെയും. 5 നേരം നിസ്കരിച്ചു, കുറച്ചു സമയം പിന്നീട് നിസ്കരിച്ചില്ല, അങ്ങനെയല്ല. മരണം വരെയും തൗബയും, മരണം വരെയും ഈമാനും, മരണം വരെയും അമല് സാലിഹാത്തും ജീവിതത്തിൽ കെടാതെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയുള്ളവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിൽ ധാരാളം അമലുകൾ പറയുന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു 10 അമലുകൾ പറയുകയാണ്. വിശാലമായി വിശദീകരിക്കാറുണ്ടായി. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി തീർച്ചയായും കീഴ്വണക്കമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ഈമാനുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വൽ ഖാനിതാതി വൽ ഖാനിതീന വൽ ഖാനിതീന വൽ ഖാനിതാതി ഭയപ്പെടുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വസ്സാദിഖീന വസ്സാദിഖാതി സത്യസന്ധരായ ആണുങ്ങളും പെണ്ണുങ്ങളും വസ്സാബിരീന വസ്സാബിറാത്ത് ക്ഷമാശീലരായ ആണുങ്ങളും പെണ്ണുങ്ങളും വൽ ഖാശിഈന വൽ ഖാശിആതി വിനയാന്വിതരായ ആണുങ്ങളും പെണ്ണുങ്ങളും വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാതി ദാനധർമ്മം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വസ്സാഇമീന വസ്സാ
വ്രതമനുഷ്ഠിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വൽഹാഫിളീന ഫുറൂജഹും വൽഹാഫിളാത്ത് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അല്ലാഹുവിനെ വളരെ കൂടുതലായി ദിക്ർ ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ അല്ലാഹു അവർക്ക് പാപമോചനം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് വഅജ്റൻ അമീമാ മഹത്തരമായ പ്രതിഫലവും. അതുകൊണ്ട് ഇതിലെ നോമ്പ് വന്നു, ദാനധർമ്മം വന്നു, അല്ലാഹുവിനെ ദിക്ർ ചെയ്യൽ വന്നു. ഇങ്ങനെയുള്ള അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ മഗ്ഫിറത്ത് അല്ലാഹു നൽകാമെന്ന് അറിയിക്കുക. അതുകൊണ്ട് അനുഗ്രഹീതമായ റമളാനിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ ഈ 10 ദിനരാത്രങ്ങളിൽ അല്ലാഹു മഗ്ഫിറത്തിനെ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ മഗ്ഫിറത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിച്ചെടുക്കണം. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത പാപങ്ങൾ മറച്ചു പിടിച്ച് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാതെ സൃഷ്ടികളുടെ മുന്നിൽ ഇരിപ്പിലാക്കുന്നതിന് വേണ്ടി അത് വെളിപ്പെടുത്താതെ മറച്ചു വെക്കും. അതുകൊണ്ട് കൂടുതലായി അല്ലാഹുവിനോട് പാപമോചനം തേടുകയും പാപമോചനത്തിന്റെ അമലുകൾ വളരെ നിഷ്ഠയോടുകൂടി ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യണം. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.